യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹനിധിയായ ഒരപ്പൻ്റെ ഒരു നമ്മളോടുള്ള ഒരാഹ്വാനമാണ്, ഒരു റിക്വസ്റ്റാണ്. ഇപ്പോഴെങ്കിലും നീ എൻ്റെ അടുക്കിലേക്കൊന്ന് തിരിച്ചു പോവാന്ന്. നിനക്കിത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ തിന്മ തന്നിട്ടും, നിനക്കിത്രയെല്ലാം സഹനങ്ങൾ തിന്മ ഒരുക്കിയിട്ടും എന്തുകൊണ്ടാണ് നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് വരാത്തത് എന്നൊരു ചെറിയ പരിഭവത്തോടെ പിതാവായ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. മോനെ, മോളെ, നീ എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും താഴ്ത്തി വെച്ചിട്ട് നീ എൻ്റെ അടുക്കിലേക്ക് വാ. നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. 365 പ്രാവശ്യം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ ആ 365 ദിവസത്തിലും ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ അടുക്കിലേക്ക് വാ. നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോകുന്ന ഈ സമയത്ത് ഒരു നിമിഷം കർത്താവിൻ്റെ യാചന നമുക്ക് കേൾക്കാം. എല്ലാം നമുക്ക് മാറ്റിവെച്ചിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹനിധിയായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. ഒരല്പസമയം നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. അവൻ നമ്മളെ ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. അവൻ്റെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ആരെന്നെ സഹായിക്കുമെന്ന് ചോദിക്കുന്നതിന് പകരം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ദിവസം ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള ദിവസമായി നമുക്ക് മാറ്റാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ മക്കളും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും ദൈവവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെയുള്ള സമാധാനം സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.